എഞ്ചിനീയറിംഗ് കോളേജിന്റെ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു. 2025 ഒക്ടോബർ 3-4 തീയതികളിലായാണ് സുസ്ഥിതി 2.0 സംഘടിപ്പിക്കുന്നത്. 2018 സുസ്ഥിതിയുടെ ആദ്യ കോൺക്ലേവിന്റെ വിജയത്തിന് പിന്നാലെയാണ് സുസ്ഥിര ഭാവിയിലേക്കുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി വീണ്ടും കോൺക്ലേവ് കൊച്ചിയിൽ നടത്തുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അലുമിനി അസോസിയേഷൻ കൊച്ചി ചാപ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ വരുന്ന ഒക്ടോബർ 3 and 4 ഒരു സുസ്ഥിതി 2 എന്ന് പറയുന്ന ഒരു നാഷണൽ കോൺക്ലേവ് ഓൺ സസ്റ്റൈനബിലിറ്റി നടത്തുകയാണ്. അപ്പം ഇത് 2018 ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വേർഷൻ നടന്നിരുന്നു. അതിൽ ഒരുപാട് പബ്ലിക് ഇൻവോൾവ്മെൻറ്റും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ ചെയ്തൊരു 2-day ഇവൻറ്റ് TDM ഹാളിൽ ചെയ്തു. അത് കുറേ അവയർനെസ് ഓൺ അന്നത്തെ റെലവെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, റീസൈക്ലിംഗ്, അപ്സൈക്ലിംഗ് ആൻഡ് വാട്ട് യു കോൾ ഇസ് സസ്റ്റൈനബിൾ ലിവിങ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തു. ഇപ്രാവശ്യം വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ലിറ്റിൽ മോർ ഡിഫറെൻറ്റ് വേ. എന്ന് വെച്ചാൽ നമ്മൾ UN സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ബേസിസ് വെച്ച് ഇതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് എല്ലാ ഏരിയ ഓഫ് ആക്ടിവിറ്റീസിലും നിർബന്ധമായതുകൊണ്ട് ആ രീതിയിലാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് വളരെ കേപ്പബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ്, എല്ലാ ഏരിയയിൽ നിന്ന് ടെക്നോക്രാറ്റ്സ് ഉണ്ട്, ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, ആൻഡ് പീപ്പിൾ അഗ്രികൾച്ചറിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക്, അതിൻ്റെ ഇതിനാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. താങ്ക് യു. ഞാൻ അതിൻ്റെ കൂടുതലായിട്ട് ഐ ഡിഡ്ന്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനിത മേരി ഈപ്പൻ. ഞാനാണ് പ്രസിഡൻറ്റ് ഓഫ് ദ സീറ്റ കൊച്ചി ചാപ്റ്റർ. ഇത് മിസ്റ്റർ ജയകുമാർ, he is the secretary of the chapter, and Mr. Shaji, he is one of our committee members and the past secretary of Sita Kochi. Appam Jayakumar will give you korchude details about the program. Good morning. സുനിത നേരത്തെ പറഞ്ഞ പോലെ സുസ്ഥിതി 2018 നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്യാൻവാസ് കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. കാരണം 2021 തൊട്ടിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബിസിനസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ESG എന്നുള്ളത് എൻവയൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് ഗവർണൻസ്, അതിന് ഒരുപാട് പ്രാധാന്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം സെബിയുടെ നിർദ്ദേശപ്രകാരം 2021 ശേഷം ടോപ്പ് 1000 ലിസ്റ്റഡ് കമ്പനീസ് ESG എല്ലാം മാൻഡേറ്ററി ആണ്, ബിസിനസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് മാൻഡേറ്ററി ആണ്. അപ്പം നമ്മൾ അതും കൂടെ ഇതിൽ ഈ ക്യാൻവാസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പ്രോഗ്രാം ഇനാഗുറേഷൻ വിൽ ബി ബൈ മിസ്റ്റർ ശശികുമാർ ശ്രീധരൻ, മാനേജിംഗ് ഡയറക്ടർ ഗൂഗിൾ ക്ലൗഡ് ഇന്ത്യ, who is also one of our alumni. Valedictory function will be presided by Sri Mohammad Hanish IAS. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്നുള്ളത്, നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് ചേർന്നിട്ട് സസ്റ്റൈനബിലിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ാം ദിവസം ഫോർനൂൺ സെഷൻ വിൽ ബി ഡിവോട്ടഡ് ടു എ കോൺടെസ്റ്റ്. അപ്പോൾ നമ്മളത് സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് ഗിവിങ് അട്രാക്റ്റീവ് പ്രൈസ് മണീസ്. അപ്പോൾ അത് സസ്റ്റൈനബിലിറ്റി വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ, ഓൺടർപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ നമ്മുടെ ടോപ്പിക്സ് ESG അതൊരു കോംപ്ലയൻസ് മെഷർ അല്ല, അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ആ രീതിയിലൊരു പാനൽ ഡിസ്കഷൻ. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സ് അതിൻ്റെ റൂൾസിനെ കുറിച്ചിട്ട് ഹരീഷ് വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ ടോപ്പുണ്ട്. പിന്നെ ഇക്കോസിസ്റ്റം ആക്ടിവിനെ കുറിച്ചിട്ട് പത്മശ്രീ ആർക്കിടെക്ട് ശങ്കർ, അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പുണ്ട്. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ബ്ലൂ എക്കണോമി, ഗ്രീൻ, അതുപോലെ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ CEO സാജൻ ജോൺ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കഴിയുന്ന അത്ര തീമുകളെ നമ്മൾ ഏകോപിപ്പിച്ചിട്ട് ഇതിലോട്ടേക്ക് ഈ 2 ദിവസം പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നത് 3-4 തീയതികളിൽ ഹോട്ടൽ റെനായ്. രാവിലെ 10 o'clock ഇനാഗ്രേഷൻ,
വൈകിട്ട് വരെ പരിപാടിയുണ്ട്. സെക്കൻഡ് ഡേ രാവിലെ 9:30 ഇനാഗ്രേഷൻ. അത് ശ്രീ അനുപംബിക, CEO ഓഫ് സ്റ്റാർട്ടപ്പ് മിഷൻ, അദ്ദേഹം ഉണ്ടാവും. വൈകിട്ട് 5 മണിക്ക് വാലഡിറ്ററി ഫംഗ്ഷൻ ഇനാഗ്രേറ്റഡ് ബൈ ശ്രീ മുഹമ്മദ് അനീഷ IAS. ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെമ്പേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെയുള്ള കോർപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളവരുണ്ട്, പിന്നെ ഈ ഏരിയയിൽ താല്പര്യമായിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഇവിടെയുള്ള ഒരുവിധം കമ്പനികളെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അവർ ഡെലിഗേറ്റ്സിനെ അയക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫ്രീ അല്ല. നമ്മൾ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻസ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് 3,000 rupees ആണ്. കോർപ്പറേറ്റ് രജിസ്ട്രേഷൻസ് 5,000 rupees ആണ്. സ്റ്റുഡൻസിന് ഞങ്ങൾ 1,500 ആണ് ചാർജ് ചെയ്യുന്നത്.